എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആവിയിൽ വേവിച്ചെടുക്കാവുന്ന കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ബേക്ക് ചെയ്യാതെ ആവിയിലാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത്. കേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കളറിനാവശ്യമായ യെല്ലോ ഫുഡ് കളർ എന്നിവ ചേർത്ത് കൊടുത്തതിന് ശേഷം മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് അരിച്ചെടുക്കണം. മൈദയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള സാധനങ്ങൾ ഒരേപോലെ തന്നെ എല്ലായിടത്തും എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത്. അരിച്ചെടുത്ത കേക്കിൻ്റെ കൂട്ടാണ് ഇത്. ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വാനില എസൻസിന് പകരം 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവയൊന്ന് ബീറ്റർ കൊണ്ടാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. നിങ്ങളുടെ കൈവശം ബീറ്റർ ഇല്ലെങ്കിൽ പകരം മിക്സിയുടെ ജാറിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഹൈ സ്പീഡിലിട്ട് നന്നായി മുട്ട ബീറ്റ് ചെയ്തെടുത്താൽ മുട്ടയുടെ സ്മെല്ല് ഒട്ടും തന്നെ കേക്കിലുണ്ടാകില്ല. മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇനിയും ഇത്തരത്തിലുള്ള ടേസ്റ്റി റെസിപ്പികൾ കാണാൻ ഈ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇവയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇവയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെ കൂട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അവ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. 2 തവണയായിട്ടാണ് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടികൾ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കേക്കിനുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട്. കേക്ക് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടിന്നിലേക്ക് മാറ്റാം. ഈ ടിന്നിൽ നിന്നും വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഒരല്പം നെയ്യ് തടവിയതിന് ശേഷമാണ് ഈ ബാറ്റർ ഈ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. കേക്കിൻ്റെ പുറം ഭാഗത്ത് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഫ്രൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷമാണ് ഫ്രൂട്ടി ഈ കേക്കിൽ ഇട്ട് കൊടുക്കുന്നത്. കേക്ക് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡലി പാത്രത്തിലേക്ക് മാറ്റാം. കേക്ക് ഇഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ അടപ്പ് തുറന്ന് നോക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കേക്കിൻ്റെ നടുഭാഗം കുഴിഞ്ഞു പോകും. 25 മുതൽ 30 മിനിറ്റ് വരെ ആവിയിൽ വേവിച്ചെടുക്കണം. ആവിയിൽ വേവിച്ചെടുക്കുന്ന കേക്ക് തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.